ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പോർക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിനായി ആദ്യം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലോട്ട് അരിഞ്ഞു വെച്ച തേങ്ങ കൊത്തിട്ട് നന്നായി മൂപ്പിക്കുക. അതൊരുവിധം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ചെറിയുള്ളി ഇട്ട് നന്നായി വഴറ്റുക. ഞാനതിൽ കൂടുതൽ ചെറിയുള്ളിയും ഒരു സവാളയും ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളി ഇടുന്നത് വേറൊന്നും കൊണ്ടല്ല, ചെറിയുള്ളി ഇട്ട ഏതൊരു കറിക്കും ടേസ്റ്റ് വളരെ കൂടുതലായിരിക്കും. എന്നിട്ട് അത് നന്നായി വഴണ്ടി വരുന്നവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് അടിപിടിക്കുകയൊന്നുമില്ല, എന്നാലും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അത്രയേ ഉള്ളൂ. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടി നന്നായി ഇടിച്ച്, ഞാൻ ഗ്ലാസ്സിലിട്ട് നന്നായി ഇടിച്ചിട്ടതാണ് കേട്ടോ അതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു മണം വരും കേട്ടോ, ഒരു അടിപൊളി മണാണേ. അതൊരുവിധം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഞാൻ ഒരു തക്കാളി മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഒരു തക്കാളി എടുത്ത് അത് മുറിച്ച് അതിലിടുക. തക്കാളി ഇടുന്നത് നിർബന്ധമൊന്നുമില്ല, വേണ്ടവർക്ക് തക്കാളി ഇടുക, അല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതും ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ നന്നായി തക്കാളി ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി ഇത് ഞാൻ നേരത്തെ ചൂടാക്കി വെച്ചതാണ്. ഇത് നേരത്തെ ചൂടാക്കി വെക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിലോട്ട് ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൊട്ടിയപ്പോൾ അതിനുണ്ടായ കളർ ചേഞ്ച്. നമുക്ക് ഈ കളർ കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്ത് വെക്കണം. വറുത്ത് വെക്കുക മീൻസ് ചൂടാക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച പോർക്കിൻ്റെ വെള്ളം, ആ വെള്ളം നമ്മൾ ഇതിലോട്ട് ഒഴിക്കുക കേട്ടോ. ഞാൻ പോർക്കിനെ ഒരു 5 വിസിലടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഗ്രേവി തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പോർക്ക് അതിലോട്ട് കൊട്ടുക. ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ ഇടാൻ. ഞാൻ നേരത്തെ പോർക്ക് വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. പോലെ തന്നെ ഗ്രേവിയിലും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് നോക്കിയപ്പോൾ ഏകദേശം നോർമലായിരുന്നു. ഇനിയുള്ള ടാസ്കാ മക്കളെ, ടാസ്ക് വേറൊന്നുമല്ല, ഇതൊന്ന് ഈ ഗ്രേവി വറ്റി വരുന്നവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. എന്നിട്ടത് നന്നായി വറ്റണവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു. ആ കളർ ചേഞ്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ കളർ ചേഞ്ച് വരാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് പോർക്ക് കറിക്ക് രുചി കൂട്ടുന്ന വേറൊരു ഐറ്റമാണ് ഈ കുരുമുളകും പെരിഞ്ചീരകവും. ഇതും ഞാൻ ഇടിച്ചിട്ടതാണ്, കാരണം എൻ്റെ മിക്സി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാൻ ഗ്ലാസ്സിലിട്ട് ഇങ്ങനെ ഇടിച്ച് പൊടിച്ചു. അവിടെ കുരുമുളക് നേരെ പൊടിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് കറിവേപ്പില ഉണ്ടായിരുന്നില്ല. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയില വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ശരിക്കും ഇടേണ്ടത് കറിവേപ്പിലയാണ് ശരിക്കും ആ പോർക്ക് കറിക്ക് രുചി കൂട്ടുന്ന മെയിൻ സാധനം എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയില തൂക്കി കൊടുത്തു ഗൈസ്. അങ്ങനെ നമ്മുടെ പോർക്ക് കറി റെഡിയായി. അപ്പോൾ ഇത് എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.